എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സോണ്ടേഴ്സ് എൻഗ്ലെക്സ് ആർഎൻ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ക്ലാസ് സീരീസിന്റെ 3ാമത്തെ ദിനത്തിലോട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 10ഓളം ക്വസ്റ്റ്യൻസ് എൻഗ്ലെക്സ് ആർഎൻ ബേസ്ഡ് ആയിട്ടുള്ള 10ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ബുക്കുകൾ ബേസ് ചെയ്തിട്ട് തിയറി വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, അതായത് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിന്റെ തിയറി ഉൾപ്പെടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ് ടു ഡീൽ സെയിം ടോപ്പിക് ക്വസ്റ്റ്യൻസ്. അതായത് ഇന്ന് നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യനും ഈ സെയിം ടോപ്പിക് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനത് സഹായിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഓപ്ഷൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കിതിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ളത്, ആ മിസ്റ്റേക്സുകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നമുക്ക് അതിൽ എലിമിനേഷൻ മെത്തേഡ് വഴി റൈറ്റ് ആൻസറിലോട്ട് എത്തിച്ചേരാം, ഇതെല്ലാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോണ്ടേഴ്സിന്റെ പബ്ലിക്കേഷൻ ബുക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. കുറേശ്ശെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കാണുക, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും. അതിനുശേഷം തുടർന്നുള്ള ഓരോ ഡേ 1, ഡേ 2, ഡേ 3 ആ ഓർഡർ തന്നെ കണ്ടുപോകുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപരമാകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കമൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു ഗവൺമെൻറ് എക്സാംസിനോ അല്ലെങ്കിൽ ഒരു എൻഗ്ലെക്സ് ആർഎനോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും കൺട്രീസിൽ പോയി രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇന്ന് 11ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് എ ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് മൈസ്തീനിയ ഗ്രാവിസ്. നിങ്ങൾ ഈ മൈസ്തീനിയ ഗ്രാവിസ് കേട്ടിട്ടുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സിൽ, അതായത് ന്യൂറോളജിക്കൽ സിസ്റ്റം ഡിസോർഡേഴ്സിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിങ്ങൾ പ്രധാനമായിട്ട് 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഉള്ള എസ്സേ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോമസ്കുലാർ പ്രോബ്ലം ആണ്, അതായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓരോ എൻഗ്ലെക്സ് ആറിന്റെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ക്ലിനിക്കൽ സിറ്റുവേഷൻസ് ആണ് തരുന്നത്. ഇവിടെ നമ്മളൊരു നഴ്സാണ്, നമുക്കുള്ള പേഷ്യന്റിന് മൈസ്തീനിയ ഗ്രാവിസ് ആണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ഈസ് എക്സ്പീരിയൻസിങ് prolonged periods of weakness. Is experiencing prolonged periods of weakness and the physician prescribes a trophonium test. അണ്ടർസ്റ്റുഡ്? നമ്മളിവിടെ ആദ്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തു പോകുക അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തു പോകുക. ക്ലയന്റ് മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻ്റ് ആണ്. ഡെഫിനറ്റ്ലി മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുമ്പോൾ അവിടെ മസിൽ വീക്ക്നെസ് ആണ് വരുന്നത്. അവിടെ ഒരു നീണ്ട കാലയളവിലുള്ള വീക്ക്നെസ് ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒപ്പം അവിടെ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് ഫിസിഷ്യൻ എന്ത് പ്രിസ്ക്രൈബ് ചെയ്തു, എന്തു ചെയ്യാൻ പറഞ്ഞു? എട്രോഫോണിയം ടെസ്റ്റ് എന്നുള്ള ഈ ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ എട്രോഫോണിയം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ദാറ്റ് ഈസ് ടെൻസിലോൺ ടെസ്റ്റ്. ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നോട്ട് ഇറ്റ് ഡൗൺ. മൈസ്തീനിയ ഗ്രാവിസ് ആണ്. അതിനെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എന്ത് പറയുന്നു? ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ ആണ് എട്രോഫോണിയം ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ എട്രോഫോണിയം ടെസ്റ്റിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ദാറ്റ് ഈസ് ടെൻസിലോൺ ടെസ്റ്റ്. എ ടെസ്റ്റ് ഡോസ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ആൻഡ് ദ ക്ലയന്റ് ബിക്കം വീക്കർ. അപ്പോൾ ഇവിടെ എട്രോഫോണിയം ടെസ്റ്റിൽ നമ്മൾ എട്രോഫോണിയം ആണ് അവിടെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. IV ആയിട്ട് എട്രോഫോണിയം എന്നുള്ള മെഡിക്കേഷൻ ആണ് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എട്രോഫോണിയം ചെയ്യുന്ന സമയത്ത് ആ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് കുറെ കൂടെ വീക്കായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഹൗ വുഡ് ദ നഴ്സ് ഇന്റർപ്രറ്റ് ദിസ് റിസൾട്ട്? അതാണെങ്കിൽ ഈ പേഷ്യന്റ് വീക്ക് ആയതിൽ നിന്നും എന്താണ് ആസ് എ നഴ്സ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സോ എന്താണ് എട്രോഫോണിയം ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ടെൻസിലോൺ ടെസ്റ്റ് എന്നറിയാമെങ്കിൽ മാത്രമേ ഇതിന് ആൻസർ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് വാട്ട് ഈസ് മീൻ ബൈ മൈസ്തീനിയ ഗ്രാവിസ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എട്രോഫോണിയം ടെസ്റ്റ് and what are the findings of എട്രോഫോണിയം ടെസ്റ്റ്? എന്താണ് മൈസ്തീനിയ ഗ്രാവിസ് എന്നും അതിൽ എട്രോഫോണിയം ടെസ്റ്റിന്റെ പ്രാധാന്യം എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും അറിയാമെങ്കിൽ മാത്രമേ നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻ്റ് ആണ്. എട്രോഫോണിയം ടെസ്റ്റ് നടത്തി പേഷ്യൻ്റ് വീക്കറായി മാറി. സോ ആ പേഷ്യൻ്റ് അവിടെ വീക്കായതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മൈസ്തീനിക് ക്രൈസിസ് ഈസ് പ്രസന്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ കോളിനർജിക് ക്രൈസിസ് ഈസ് പ്രസന്റ്. സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് വൺ, ദിസ് റിസൾട്ട് ഈസ് എ നോർമൽ ഫൈൻഡിങ്.
Fourth one, this result is a positive finding. Now here we got two terms, myasthenia gravis crisis and cholinergic crisis. രണ്ട് തരത്തിലുള്ള ക്രൈസിസ് പറഞ്ഞു. അവിടെ രണ്ടും ഓരോന്നും പ്രസന്റ് ആണെന്നുള്ളതാണ് ഓരോ പോയിന്റ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഇതിന്റെ ആൻസർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനല്ല ആൻസർ ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് അതിന്റെ തിയറി ടോപ്പിക്സ് ഒന്ന് ഷോർട്ട് ആയിട്ടുള്ള നോട്ട് ഒന്ന് നോക്കാം. മൈസ്തീനിയ ഗ്രാവിസിസ്, അപ്പോൾ ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾ ബ്രണ്ണർ ആൻഡ് സുധാർത്ത് റെഫർ ചെയ്താലോ അല്ലെങ്കിൽ ലൂവിസ് റെഫർ ചെയ്താലോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ അത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ വായിക്കാനുള്ള സമയമല്ല. സോ അതുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. ഇതും നമ്മുടെ സോണ്ടേഴ്സിന്റെ ബുക്സിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. എന്താണ് മൈസ്തീനിയ ഗ്രാവിസ്? ഇത് ഒരു ന്യൂറോ മസ്കുലാർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മുടെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിച്ച് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നെർവസ് സിസ്റ്റത്തിനെയും മസിൽസിനെയും ബാധിക്കുന്ന ഒരു ഡിസീസാണ്. അതായത് നെർവ്സും മസിൽസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, അവിടെ ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഈ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെങ്കിൽ ന്യൂറോമസ്കുലർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടുള്ള മൈസ്തീനിയ ഗ്രാവിസിസ് കാരണം നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? കൺസിഡറബിൾ ആയിട്ടുള്ള വീക്ക്നെസ്, പേഷ്യന്റ് വളരെ പെട്ടെന്ന് മസിൽ വീക്ക്നെസ് അവിടെ ഉണ്ടാകും. അബ്നോർമൽ ഫെറ്റിക് ഓഫ് ദ വോളണ്ടറി മസിൽസ്, നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വോളണ്ടറി മസിൽസ്, നമ്മുടെ കയ്യിലെ മസിൽസ്, കാലിലെ മസിൽസ്, ഇതൊക്കെ നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. ഈ വോളണ്ടറി മസിൽസിന് വളരെ ടയേർഡ്നെസ്, അബ്നോർമൽ ആയിട്ടുള്ളൊരു ക്ഷീണം, നമ്മൾ അത്രയ്ക്ക് ആയാസപ്പെട്ട പണികളൊന്നും ചെയ്തില്ല എങ്കിൽ പോലും പെട്ടെന്നുള്ളൊരു ടയേർഡ്നെസ്സും ഫെറ്റിക്കും വീക്ക്നെസ്സും ഉണ്ടാകുന്നു. ഇതിന് കാരണം ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെങ്കിൽ മൈസ്തീനിയ ഗ്രാവിസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്ന പാത്തോളജി എന്ന് പറഞ്ഞാൽ, നെർവ് ഇമ്പൾസസ് മസിൽസും ന്യൂറോൺസും ചേരുന്ന മയോ ന്യൂറോൾ ജംഗ്ഷനിലെ ട്രാൻസ്മിഷൻ അവിടെ ഡിഫക്റ്റ് ആകുന്നു. അവിടെ പ്രോപ്പർ ആയിട്ട് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. നെർവ്സിലൂടെ വരുന്ന ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇമ്പൾസസ് നെർവ്സ് വഴി മസിലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ഒരു ട്രാൻസ്മിഷൻ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മസിൽ വീക്ക്നെസ്സും ടയേർഡ്നെസ്സും ഉണ്ടാകുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് സെക്രീഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ നമുക്കറിയാം, ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് ആവശ്യത്തിന് അളവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇഫ് ദർ ഈസ് എനി ഇൻസഫിഷ്യൻസി ഇൻ ദ സെക്രീഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ, ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ കോസസ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസിന്റെ കാരണം അസറ്റൈൽ കൊളൈൻ്റെ അളവ് കുറയുന്നതാണ്. ഒന്ന്, അസറ്റൈൽ കൊളൈൻ്റെ അളവ് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ സെക്രീറ്റ് ചെയ്യുന്നത് കുറയുന്നു, അതൊരു കാരണം. രണ്ടാമത് എക്സസീവ് സെക്രീഷൻ ഓഫ് കോളിനെസ്റ്ററൈസ്. കോളിനെസ്റ്ററൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. ഈ കോളിനെസ്റ്ററൈസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ അസറ്റൈൽ കൊളൈനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ നോർമലി ഉള്ള അസറ്റൈൽ കൊളൈനെ എക്സസ് ആയിട്ട് അവിടെ നശിപ്പിക്കുന്ന കോളിനെസ്റ്ററൈസ് കൂടുതലായാലും എന്ത് സംഭവിക്കാം? അസറ്റൈൽ കോളിൻ്റെ ലെവൽ അവിടെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ നോർമലി അസറ്റൈൽ കോളിൻ അവിടെ ഉണ്ട്, പക്ഷേ മസിൽ ഫൈബേഴ്സ് നോർമലി അവിടെ റെസ്പോൺസ് ചെയ്യുന്നില്ല. അസറ്റൈൽ കോളിന് അൺറെസ്പോൺസീവ് ആയിട്ട് മാറുന്നു മസിൽ ഫൈബേഴ്സ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണ്. മസിൽസിനെയാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് മസിൽസിന്റെ വീക്ക്നെസ്സും അബ്നോർമൽ ഫെറ്റിക്കും ഒക്കെ വോളണ്ടറി മസിൽസിന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്, അവിടെ മയോന്യൂറൽ ജംഗ്ഷനിൽ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് പ്രോപ്പറായിട്ട് നടക്കാത്തത് തന്നെയാണ്. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ്റെ ലെവലാണ്. അസറ്റൈൽ കൊളൈൻ്റെ ലെവൽ കുറയുന്നു. ആ അസറ്റൈൽ കൊളൈൻ്റെ ലെവൽ കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് പ്രോപ്പറായിട്ട് ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യുന്നില്ല, മറ്റൊന്ന് സെക്രീറ്റ് ചെയ്യുന്നതിന് നശിപ്പിക്കുന്ന കോളിനെസ്റ്ററൈസ് എന്നുള്ള എൻസൈമിൻ്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ മസിൽ ഫൈബേഴ്സ് പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഈ അസറ്റൈൽ കൊളൈനിൽ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല.
ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാകുന്നുണ്ട്. സോ അടുത്തത് നമുക്കറിയേണ്ടത് ഈ ഒരു മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മസിൽസിന് പ്രോബ്ലം ഉണ്ടാകുന്നു. സോ ഡെഫിനറ്റ്ലി പേഷ്യന്റിന് വീക്ക്നെസ്സും ഫെറ്റീക്കും ഉണ്ടാകും. മസിൽസിന് തന്നെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ച്യൂവിങ് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാകുന്നത് കൊണ്ട് ഡിഫിക്കൽട്ടി ഇൻ ച്യൂവിങ്ങും ഡിഫിക്കൽട്ടി ഇൻ സ്വാലോവിങ്ങും ഉണ്ടാകും. ഡിഫിക്കൽട്ടി ഇൻ സ്വാലോവിങ് അതാണ് ഡിസ്ഫേജിയ എന്ന് പറയുന്നത്. അതുപോലെ കണ്ണിന്റെ മസിൽസ്, കണ്ണിന്റെ ഐലിഡ്സിലുള്ള മസിൽസ് അവിടെ വീക്കായിട്ട് ടോസിസ് ഉണ്ടാകും, ഡ്രോപ്പിംഗ് ഓഫ് ദ ഐലിഡ്സ് ഉണ്ടാകും. അതുപോലെ ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ ഉണ്ടാകാം. അതുപോലെ വീക്കായിട്ടുള്ള ഹോഴ്സ് ആയിട്ടുള്ള വോയിസ് ആയി മാറും. കാരണം അവിടെ എല്ലാം മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നതാണ് കാരണം. അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസ് വീക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉണ്ടാകും, ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ട് ആയിട്ട് മാറും. റെസ്പിറേറ്ററി ചിലപ്പോൾ പാരാലിസിസോ റെസ്പിറേറ്ററി ഫെയിലുവറോ ഉണ്ടാകാം. ദിസ് ഓൾ ബിക്കോസ് ഓഫ് വാട്ട്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് മസിൽ വീക്ക്നെസ്. അസറ്റൈൽ കൊളൈൻ്റെ അളവ് കുറയുകയോ അസറ്റൈൽ കൊളൈൻ അൺറെസ്പോൺസീവ് ആയിട്ട് മാറുകയോ കോളിനെസ്റ്ററേസിന്റെ അളവ് കൂടുന്നതോ കാരണം ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഉണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് മൈസ്തീനിയ ഗ്രാവിസ്. ഈ വോളണ്ടറി മസിൽസ് അവിടെ വീക്ക് ആകുന്ന കാരണം ദീസ് ഓൾ സിംറ്റംസ് വിൽ ബി സീൻ ഇൻ ദ പേഷ്യന്റ്. ഫെറ്റിക്, വീക്ക്നെസ്, ഡിഫിക്കൽട്ടി ഇൻ swallowing, ഡിഫിക്കൽട്ടി ഇൻ chewing, ഡിസ്ഫേജിയ, ടോസിസ്, ഡിപ്ലോപ്പിയ, വീക്ക് ഹോഴ്സ് വോയിസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ട്സ്, റെസ്പിറേറ്ററി പാരാലിസിസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ. So, in this patient, what is our role? What is our different interventions? First one, main ആയിട്ട് പേഷ്യൻ്റ് ഇവിടെ ബ്രീത്തിങ്ങിന് അല്ലെങ്കിൽ റെസ്പിറേഷന് പ്രോബ്ലം വരുന്നത് കൊണ്ട് അവിടെ ഫസ്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് മോണിറ്റർ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ആൻഡ് എബിലിറ്റി ടു കഫ് ആൻഡ് ഡീപ്പ് ബ്രീത്ത് അഡിക്വേറ്റ്ലി. ഡീപ്പ് ബ്രീത്ത്, ശ്വാസം വലിച്ചെടുക്കാനും ചുമയ്ക്കാനും കഫ് ചെയ്യാനും അതുപോലെ പ്രോപ്പർ റെസ്പിറേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ പേഷ്യൻ്റ് എന്തെങ്കിലും റെസ്പിറേറ്ററി ഫെയിലുവർ ഉണ്ടാകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. മറ്റൊന്ന്, ഇഫ് ദർ ഈസ് എനി സെക്രീഷൻ in the mouth, we can do suctioning, maintain suctioning and emergency equipments at the bedside. അവിടെ എപ്പോഴും സക്ഷൻ, എമർജൻസി എക്യുപ്മെന്റ്സ് എപ്പോൾ വേണമെങ്കിലും റെസ്പിറേറ്ററി ഫെയിലിയർ സംഭവിക്കാം. ചിലപ്പോൾ അവിടെ നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരാം, പേഷ്യൻ്റെ വെന്റിലേറ്റർ കണക്ട് ചെയ്യേണ്ടി വരാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനൊക്കെ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. സോ ഏത് സമയത്തും അവിടെ ഈ ഒരു മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റിന് സക്ഷനിങ്ങും എമർജൻസി എക്യുപ്മെന്റ്സും എല്ലാം റെഡി ആയിരിക്കണം. അതുപോലെ വൈറ്റൽ സൈൻസ് പേഷ്യന്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. ഈ ഒരു മസിൽസിന് വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ സ്പീച്ച്, പേഷ്യൻ്റ് സംസാരം നമ്മൾ നേരത്തെ പറഞ്ഞു വീക്കും ഹോഴ്സുമായിട്ടുള്ള വോയിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ മോണിറ്റർ സ്പീച്ച്, മോണിറ്റർ swallowing എബിലിറ്റീസ് ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ. കാരണം ആ ഒരു മസിൽ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? ഫുഡ് അല്ലെങ്കിൽ സെക്രീഷൻസ് ഒക്കെ ചിലപ്പോൾ ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വി ഷുഡ് ഒബ്സർവ് ഫോർ ദാറ്റ്. അതുപോലെ പേഷ്യൻ്റ് ആഹാരം കഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പേഷ്യൻ്റെ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് മാത്രം ആഹാരം കഴിക്കാൻ അവിടെ എൻകറേജ് ചെയ്യുക. ലൈങ് ഡൗൺ പൊസിഷനിലോ അല്ലെങ്കിൽ സെമി ഫോളോസ് പൊസിഷനിലോ ഒന്നും അല്ലാതെ എപ്പോഴും ഇരുന്ന് തന്നെ ആഹാരം കഴിക്കാൻ എൻകറേജ് ചെയ്യുക. ഇല്ല എങ്കിൽ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? ആസ്പിറേഷന് ചാൻസ് ഉണ്ട്. അതുപോലെ മസിൽസിൻ്റെ സ്റ്റാറ്റസ്, മസിൽസിൻ്റെ ബലം എത്രയാണെന്നുള്ള എപ്പോഴും അസസ് ചെയ്യുക. അത് പേഷ്യൻ്റ് എപ്പോഴും ബലവത്താനെ സ്ട്രെങ്ത് കൺസേർവ് ചെയ്യാൻ അവരെ അവിടെ ഇൻസ്ട്രക്ട് ചെയ്യുക. അതുപോലെ മാക്സിമം മസിൽ സ്ട്രെങ്ത്, മാക്സിമം മസിൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഷോർട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം പ്ലാൻ ചെയ്യുക. അതുപോലെ മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ക്രൈസിസുകൾ വരാറുണ്ട്. ഒന്ന് മൈസ്തീനിക് ക്രൈസിസ്, മറ്റൊന്ന് കോളിനർജി ക്രൈസിസ്. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. മൈസ്തീനിക് ക്രൈസിസ് ആണോ കോളിനർജി ക്രൈസിസ് ആണോ എന്ന് മോണിറ്റർ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൈസ്തീനിക് ഗ്രാവിസ് അല്ലെങ്കിൽ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആന്റി മൈസ്തീനിക് മെഡിക്കേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് മൈസ്തീനിയ ഗ്രാവിസ് എന്നുള്ള കണ്ടീഷൻസിനെ കുറിച്ചാണ്. കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു, അതിന്റെ അസസ്മെന്റ് പറഞ്ഞു, ഇന്റർവെൻഷൻ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്റർവെൻഷനിൽ തന്നെ കുറച്ചുകൂടി ഉണ്ട്, അഡ്മിനിസ്റ്റർ. അതുപോലെ നമ്മുടെ എന്ത് ചെയ്യുക, പേഷ്യന്റ് ഒബ്സർവ് ചെയ്യുന്നതിനൊപ്പം ആന്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ്, സപ്പോസ് ആന്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു അവോയ്ഡ് സ്ട്രെസ്, ഇൻഫെക്ഷൻ, ഫെറ്റിക്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്. സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറയുക,
ഇൻഫെക്ഷൻ ചാൻസ് കുറയ്ക്കാൻ പറയുക, ഫെറ്റിക് അവോയ്ഡ് ചെയ്യാൻ പറയുക, ആവശ്യമില്ലാത്ത മെഡിക്കേഷൻസ് ഒന്നും കഴിക്കാതിരിക്കാൻ പറയുക. അതുപോലെ തന്നെ മെനി മെഡിക്കേഷൻസ് ആർ നോൺ ടു എക്സാസർബേറ്റ് മൈസ്തീനിയ ഗ്രാവിസ്. അതായത് നമ്മൾ എന്തുകൊണ്ട് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, അതായത് OTC മെഡിസിൻസ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മറ്റ് മെഡിസിൻസ് കഴിക്കരുതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻസ് ഫ്ലൂറോക്വിനോലോൺസോ ബീറ്റാ ബ്ലോക്കേഴ്സോ മഗ്നീഷ്യം അടങ്ങിയ മെഡിസിൻസോ എടുത്തു കഴിഞ്ഞാൽ അവിടെ മൈസ്തീനിയ ഗ്രാവിസിന്റെ സിംറ്റംസ് അവിടെ എക്സാസർബേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ പേഷ്യന്റ് വിൽ ബിക്കം വേഴ്സൺ. സോ വി ഷുഡ് അവോയ്ഡ് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്. ഓൾവേസ് വി ഷുഡ് കൺഫേം വിത്ത് ദ പേഷ്യന്റ് വെദർ ഐ ക്യാൻ ടേക്ക് ദിസ് മെഡിസിൻ ഓർ വാട്ട്. ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ഷുഡ് ഗിവ് എനി അഡീഷണൽ മെഡിസിൻസ്, എക്സ്പെഷ്യലി ഫ്ലൂറോക്വിനോൾസ്. ഇത് നോട്ട് ചെയ്യുക, കാരണം ചിലപ്പോൾ മറ്റു ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സപ്പോസ് വൺ പേഷ്യന്റ് മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റ് ആണ്, പേഷ്യന്റിന് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ അവിടെ നമ്മൾ അറിയേണ്ടത് മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻസിന് ഫ്ലൂറോക്വിനോളോൺസോ ബീറ്റാ ബ്ലോക്കേഴ്സോ മഗ്നീഷ്യമോ അടങ്ങിയ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മേ എക്സാസർബേറ്റ് മൈസ്തീനിയ ഗ്രാവിസ്. കുറച്ചുകൂടി അതിന്റെ സിംറ്റംസ് അവിടെ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റൊരു പോയിന്റ് പറയുന്നത് ഈ മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആന്റി മൈസ്തീനിക് മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസിന് എപ്പോഴും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ, മെഡിക്കലി അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മെഡിക് അലർട്ട് ബ്രേസ്ലെറ്റ് കയ്യിൽ എന്താ അതിൻ്റെ ഒരു ടാഗ് എന്തെങ്കിലും അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ മൈസ്തീനിയ ഗ്രാവിസ് ഫൗണ്ടേഷൻ ഉണ്ട്, അപ്പോൾ അവരെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ആന്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ആന്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് ആണ് നമ്മൾ മൈസ്തീനിയ ഗ്രാവിസിന് കൊടുക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവിടെ അസറ്റൈൽ കൊളൈൻ്റെ ലെവൽ കുറയുന്നത് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആന്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് എന്ത് ചെയ്യും? ഇത് അസറ്റൈൽ കൊളൈൻ്റെ ലെവൽ കൂട്ടും. എങ്ങനെ? ആ അസറ്റൈൽ കൊളൈൻ നശിപ്പിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് അസറ്റൈൽ കൊളൈൻ്റെ ലെവൽ അവിടെ കൂട്ടുന്നു. ഇതാണ് ഇതിന്റെ ഇന്റർവെൻഷൻസ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടേംസ്, മൈസ്തീനിക് ക്രൈസിസും കോളിനർജിക് ക്രൈസിസും. ഫസ്റ്റ് നമുക്ക് മൈസ്തീനിക് ക്രൈസിസ് നോക്കാം. ഇവിടെ മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മൈസ്തീനിയയുടെ സിംറ്റംസ്, മസിൽ വീക്ക്നെസ് അവിടെ എക്സാസർബേറ്റ് ചെയ്യുകയാണ്. ആൻ അക്യൂട്ട് എക്സാസർബേഷൻ ഓഫ് ദ ഡിസീസ്. ദിസ് ക്രൈസിസ് ഇസ് കോസ്ഡ് ബൈ റാപ്പിഡ് unrecognized progression of the disease, inadequate amount of medication. അതായത് പേഷ്യന്റെ ശരീരത്തിൽ കിട്ടുന്ന മെഡിക്കേഷൻ ഇനഫിനല്ലാത്ത ടോട്ടലി ആവശ്യത്തിനുള്ള അളവിൽ ഇല്ലാത്തത് കൊണ്ടോ ഇൻഫെക്ഷൻ കാരണമോ ഫെറ്റിക് കാരണമോ സ്ട്രെസ് കാരണമോ മൈസ്തീനിക് ക്രൈസിസിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ മൈസ്തീനിക് ഡിസീസ് ഗ്രാവിസിന്റെ ഡിസീസിന്റെ സിംറ്റംസ് അവിടെ അധികമായി കൂടുന്നു. ഇതിനെയാണ് മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പേഷ്യന്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകരുത്, പേഷ്യന്റ് അധികം സ്ട്രെസ് പാടില്ല, പേഷ്യന്റ് പെട്ടെന്ന് ടയേർഡ് ആകരുത്, ആവശ്യത്തിന് റെഗുലർ ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കണം എന്ന്. മെഡിസിൻസിന്റെ അളവ് കുറയുകയോ മറ്റേതെങ്കിലും ഇതുപോലുള്ള കോസസോ വരികയാണെങ്കിൽ പെട്ടെന്ന് അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള രീതിയിലുള്ള ഡിസീസിന്റെ പ്രോഗ്രഷൻ, ഡിസീസ് അവിടെ എക്സാസർബേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഗ്രിവേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പം മൈസ്തീനിക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് അവിടെ ഉണ്ടാകും? പേഷ്യന്റെ പൾസ് അവിടെ കൂടും, ടാക്കിക്കാർഡിയ ഉണ്ടാകും, റെസ്പിറേഷൻസ് അവിടെ കൂടും, ടാക്കിപീനിയ ഉണ്ടാകും, BP കൂടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, increased BP. This all will be seen in myasthenic crisis. അതുപോലെ തന്നെ ബ്രീത്തിങ് റേറ്റ് കൂടുകയും ഒപ്പം പേഷ്യന്റിന് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉണ്ടാകും, ഡിസ്നിയ ഉണ്ടാകും, ചിലപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് അനോക്സിയ ഉണ്ടാകും, ചിലപ്പോൾ അതോടെ ബ്ലൂയിഷ് ഡിസ്കളറേഷനിലോട്ട് പോയി സൈനോസിസ് ഡെവലപ്പ് ചെയ്യാം, ചിലപ്പോൾ മസിൽ വീക്ക്നെസ് ആയതുകൊണ്ട് ബവൽ കൺട്രോളും ബ്ലാഡർ കൺട്രോളും പോയി ബ്ലാഡർ ആൻഡ് ബവൽ ഇൻകോണ്ടിനൻസ് ഉണ്ടാകാം, യൂറിൻ ഔട്ട്പുട്ട് അവിടെ കുറയാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കഫ് റിഫ്ലക്സും swallowing reflex ഒക്കെ ആബ്സെന്റ് ആയിട്ട് വരാം. ബിക്കോസ് ഹിയർ ഇൻ പേഷ്യന്റ് വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ സിംറ്റംസ് അവിടെ വളരെയധികം പെട്ടെന്ന് കൂടുന്നു. സോ ദീസ് ആർ ഓൾ ദ സിംറ്റംസ് ഒബ്സർവ്ഡ് ഇൻ മൈസ്തീനിക് ക്രൈസിസ് ബിക്കോസ് ഓഫ് ദ ഇൻഅഡിക്വേറ്റ് എമൗണ്ട് ഓഫ് മെഡിക്കേഷൻ. അവിടെ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് സിംറ്റംസ് അവിടെ എക്സാജറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈസ്തീനിക് ക്രൈസിസ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ ആയിരിക്കും നടപ്പിലാക്കുക? നമ്മൾ അവിടെ പറഞ്ഞു മെഡിസിൻ കുറയുന്നതാണെന്ന് പറഞ്ഞു അല്ലെ, മെഡിസിന്റെ അളവ് കുറഞ്ഞത് കാരണമാണ് ഇതുണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൈസ്തീനിക് ക്രൈസിസിന്റെ സിംറ്റംസ് അസസ് ചെയ്ത് മെഡിസിൻ കുറഞ്ഞത്
എന്തുകൊണ്ടാണെന്ന് മനസ്സിലായാൽ ഉടനെ മെഡിസിൻ നമ്മളവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മളവിടെ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇൻക്രീസ് ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച്, വെറുതെ നമ്മളങ്ങ് കൂട്ടുകയല്ല, പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ് ഇനഫ് അല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ കൂടിയ അളവ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് അത് കൊടുക്കും. സോ അപ്പോൾ അവിടെ സിംറ്റംസ് കൺട്രോൾഡ് ആകും. ദാറ്റ് ഈസ് മൈസ്തീനിക് ക്രൈസിസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, കോളിനർജിക് ക്രൈസിസ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു 2 ടേം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് എക്സാംസ് മാത്രമല്ല, മറ്റു പുറം രാജ്യങ്ങളിലോട്ടുള്ള അബ്രോഡ് എക്സാംസുകളിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് വരാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പറഞ്ഞു തരുന്നത്. കോളിനർജിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോളിനർജിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡീപോളറൈസേഷൻ ഓഫ് ദ മോട്ടോർ എൻഡ് പ്ലേറ്റ്സ്. മോട്ടോർ എൻഡ് പ്ലേറ്റ്സ്, അതായത് നമ്മുടെ നെർവ്സ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് കാണപ്പെടുന്ന മോട്ടോർ എൻഡ് പ്ലേറ്റ്, അതിന് ഡീപോളറൈസേഷൻ സംഭവിക്കുകയും അതിന് കാരണമെന്ന് പറയുന്നത് പേഷ്യൻ്റെ ശരീരത്തിലുള്ള മെഡിക്കേഷൻ്റെ അളവ്, ആൻറ്റി കോളിനെസ്റ്ററൈസ് എന്നുള്ള മെഡിക്കേഷൻസിൻ്റെ അളവ് കൂടുതലായതാണ്. അങ്ങനെ മെഡിക്കേഷൻ്റെ അളവ് കൂടുതലായി ഇതിൻ്റെ നെർവ്സിൻ്റെ മോട്ടോർ എൻഡ് പ്ലേറ്റുകൾ ഡീപോളറൈസ് ചെയ്യുന്നു. ഇതിനെയാണ് കോളിനർജിക് ക്രൈസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് മൈസ്തീനിക് ക്രൈസിസ്. മൈസ്തീനിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ്റെ അളവ് കുറഞ്ഞു പോയത് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ്, അവിടെ സിംറ്റംസ് കൂടുതലാകുന്നതാണ് മൈസ്തീനിക് ക്രൈസിസ്. എന്നാൽ മെഡിക്കേഷൻസിൻ്റെ അളവ് കൂടിപ്പോയിട്ട് ഓവർ മെഡിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകുന്ന ക്രൈസിസിനെയാണ് കോളിനർജിക് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇവിടെ കോളിനർജിക് ക്രൈസിസിൽ എന്തൊക്കെ സിംറ്റംസ് അവിടെ ഉണ്ടാകും? ഒന്ന്, പേഷ്യന്റിന് അബ്ഡോമിനൽ ക്രാംസ് ഡെവലപ്പ് ചെയ്യും, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഡെവലപ്പ് ചെയ്യും, ബ്ലഡ് വിഷൻ ഉണ്ടാകാം, പാലർ ആകാം, പ്യൂപ്പിലറി മയോസിസ് ഉണ്ടാകാം, ഫേഷ്യൽ മസിൽ ട്വിച്ചിങ് ഉണ്ടാകാം, ഹൈപ്പോടെൻഷൻ, ജസ്റ്റ് ഇവിടെ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവിടെ സെക്രീഷൻസ്, ഇൻക്രീസ്ഡ് ബ്രോങ്കൈൽ സെക്രീഷൻസ്, ടിയറിങ്, പെർസ്പിറേഷൻ, സ്വെറ്റ് ചെയ്യുന്നതും, കണ്ണുനീരായാലും നമ്മുടെ ബ്രോങ്കസിൽ നിന്നുള്ള സെക്രീഷൻസ്, എല്ലാം തന്നെ സെക്രീഷൻസ് അവിടെ വളരെ കൂടുതലും ആയിരിക്കും. ചിലപ്പോൾ ബ്രോങ്കോസ്പാസം ഉണ്ടാകാം, വീസിങ് ഉണ്ടാകാം, ഹാർട്ട് റേറ്റ് കുറഞ്ഞ് ബ്രാഡികാർഡിയും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോളിനർജിക് ക്രൈസിസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് മൈസ്തീനിയ ക്രൈസിസ്. ഇവിടെ ഓവർ മെഡിക്കേഷൻ കാരണം, ആൻറ്റി കോളിനസ്റ്ററൈസ് മെഡിസിൻസ് ഓവർ മെഡിക്കേഷൻ ആയത് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഈ കോളിനർജിക് ക്രൈസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഓവർ മെഡിക്കേഷൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണത് മാനേജ് ചെയ്യുക? ഒന്ന്, പേഷ്യൻ്റ് ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൻറ്റി കോളിനസ്റ്ററൈസ് മെഡിക്കേഷൻസ് വിത്ത് ഹോൾഡ് ചെയ്യുക. നോർമലി ഒരു ഡോസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, ഓൾറെഡി അത് കോളിനർജിക് ക്രൈസിസ് ആണ്, ഓവർ മെഡിക്കേഷൻ ആണ്. സോ വി വിൽ വിത്ത്ഹോൾഡ് ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻസ്. ഇത് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പേഷ്യന്റിന് മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ട്, പേഷ്യന്റിന് ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഡ്യൂ മെഡിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ്. ബട്ട് വെൻ വി ഒബ്സർവ് ദ പേഷ്യന്റ് ഹാഡ് ദീസ് സിംറ്റംസ്, ഇതുപോലുള്ള സിംറ്റംസ് അവിടെ ഉണ്ടായി എങ്കിൽ നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? അപ്പോൾ അവിടെ നമ്മുടെ ആദ്യം വരുന്നത് വിത്ത്ഹോൾഡ് ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിക്കേഷൻ ആണ്. കാരണം ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം തന്നെ കോളിനർജിക് ക്രൈസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ we should assess for the symptoms of the patient, because then it is indicating cholinergic crisis. As we understood it is a cholinergic crisis, we will withhold anticholinesterase medications. Anticholinesterase medications stop ചെയ്ത് withhold ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യും. അതിനൊപ്പം തന്നെ ആ ആൻറ്റി കോളിനെസ്റ്ററൈസ് മെഡിസിൻസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആൻറ്റിഡോട്ട്, ഇതിനെതിരെയുള്ള ആൻറ്റിഡോട്ട്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. അഡ്മിനിസ്റ്റർ, പ്രിപ്പയർ ടു അഡ്മിനിസ്റ്റർ ആൻറ്റിഡോട്ട്. എന്താണ് ആൻറ്റിഡോട്ട്? അട്രോപ്പിൻ സൾഫേറ്റ്. ഇവിടെ ബ്രാഡികാർഡിയ ആയി, കോളിനർജിക് ക്രൈസിസ് ആയി, ബ്രാഡികാർഡിയ ആയി. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഹാർട്ട് റേറ്റ് നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളോട് പെട്ടെന്ന് തന്നെ അട്രോപ്പിൻ സൾഫേറ്റ് ഇഫ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് കൊടുക്കുക. ഒപ്പം പേഷ്യൻ്റെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നു, റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, ഇൻറ്റുബേഷൻ ആവശ്യമാണ്. കാരണം ബ്രോങ്കോസ്പാസോ ഒക്കെ ആകുന്നുണ്ട്. സോ അവിടെ ചിലപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോകാം. അത് വരാതിരിക്കാൻ ഇൻറ്റുബേഷൻ ആവശ്യമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ആവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഇലക്റ്റീവ് ഇൻറ്റുബേഷൻ വേണമെങ്കിൽ അതും ഇനിഷ്യേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് മൈസ്തീനിക് ക്രൈസിസ് ആൻഡ് കോളിനർജിക്
ക്രൈസിസ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ് ടെസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മൈസ്തീനിയ ഗ്രാവിസ് ഉള്ള പേഷ്യന്റിന്റെ മൈസ്തീനിക് ക്രൈസിസ് ആണോ കോളിനർജിക് ക്രൈസിസ് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ചെയ്യുന്ന ടെസ്റ്റാണ് എട്രോഫോണിയം ടെസ്റ്റ് അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മെഡിക്കേഷനാണ് എട്രോപിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ ബ്രാഡികാർഡിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കോളിനർജിക് ക്രൈസിസ് ആണെങ്കിൽ. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ബ്രാഡികാർഡിയ. പേഷ്യന്റ് മേ ഗോ ഫോർ അറസ്റ്റ്. സോ വി ഷുഡ് കീപ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അട്രോപിൻ സൾഫേറ്റ് ഇസ് എ ആന്റിഡോട്ട് ഫോർ ദിസ് മെഡിക്കേഷൻസ്. ഓക്കെ, എട്രോഫോണിയം ടെസ്റ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ എട്രോഫോണിയം അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സിമ്പിൾ ആണ്. ഇത് ചെയ്യുന്നത് ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. അത് പ്രധാനമായിട്ട് മൈസ്തീനിയ ഗ്രാവിസ് ഡയഗ്നോസ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഡയഗ്നോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. മൈസ്തീനിയ ക്രൈസിസ് ആണോ കോളിനർജിക് ക്രൈസിസ് ആണോ പേഷ്യന്റിന് ഉള്ളത്? ഇത് ചെയ്യാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാകാനുള്ള ചാൻസും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസും അവിടെ ഉള്ളതുകൊണ്ട്, റിസ്ക് ഉള്ളതുകൊണ്ട് ഇവയെല്ലാം നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെല്ലാം അവൈലബിൾ ചെയ്തിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എല്ലാം എടുത്തതിന് ശേഷം എട്രോഫോണിയം ടെസ്റ്റിലാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എട്രോഫോണിയം എന്ന് പറയുന്ന മെഡിക്കേഷനാണ് നമ്മളവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ മെഡിക്കേഷൻ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം പേഷ്യന്റ് മൈസ്തീനിയ ഗ്രാവിസിന് പോസിറ്റീവ് സിംറ്റംസ് ആണോ നെഗറ്റീവ് സിംറ്റംസ് ആണോ കാണിക്കുന്നത് നോക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ മസിൽ സ്ട്രെങ്ത്, ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റിന്റെ മസിൽ സ്ട്രെങ്ത്, വീക്കായിരുന്ന മസിൽ സ്ട്രെങ്ത് ഒക്കെ അവിടെ മാറി മസിൽ സ്ട്രെങ്ത് കൂടുന്നു. മസിൽസ് വീക്കായിരുന്നു, അതവിടെ മസിൽ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് ഒക്കെ മാറുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പോസിറ്റീവ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ്. അതിൻ്റെ അർത്ഥം ഇത് മൈസ്തീനിയ ഗ്രാവിസിന് പോസിറ്റീവ് ആണ് എന്നാണ്. നെക്സ്റ്റ് വൺ നെഗറ്റീവ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ അഡ്മിനിസ്ട്രിങ് എട്രോഫോണിയം ഇഞ്ചക്ഷൻ, ഈവൻ നമ്മൾ ഈ ഒരു എട്രോഫോണിയം ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടും പേഷ്യന്റിന് അവിടെ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല, മസിൽ സ്ട്രെങ്തിലൊന്നും മാറ്റം വരുന്നില്ല. അവിടെ പേഷ്യന്റ് അവിടെ ഈവൻ പേഷ്യന്റ് ചിലപ്പോൾ എട്രോഫോണിയം കൊടുത്തു കഴിയുമ്പോൾ ഡിറ്റോറിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ വീക്ക് ആകുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം മൈസ്തീനിയ ഗ്രാവിസിന് നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് നോക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇനി മൈസ്തീനിയ ക്രൈസിസും കോളിനർജിക് ക്രൈസിസ് നോക്കുകയാണ്. അതായത് എട്രോഫോണിയം അഡ്മിനിസ്റ്റർ ചെയ്ത് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ്, എട്രോഫോണിയം അഡ്മിനിസ്റ്റർ ചെയ്ത് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് കുറച്ചുകൂടെ മെഡിക്കേഷൻ വേണം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഡോസിനേക്കാൾ കുറച്ചുകൂടെ മെഡിസിൻ അവിടെ വേണം എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം ഇത് മൈസ്തീനിയ ക്രൈസിസ് എന്നാണ്. എന്നാൽ നമ്മൾ ആ എട്രോഫോണിയം കൊടുത്തിട്ടും പേഷ്യന്റ് അവിടെ സിംറ്റംസ് ഒന്നും വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും, അവിടെ ആ ഒരു പേഷ്യന്റിന് പ്രോഗ്രഷൻ ഒന്നും ഉണ്ടായില്ല, പേഷ്യന്റ് അവിടെ സിവിയർ വീക്ക്നെസ് അവിടെ മോർ സിവിയർ ആയിട്ട് മാറുന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പേഷ്യന്റ് ഓവർ മെഡിക്കേറ്റഡ് ആണ്. അവിടെ നമ്മൾ ഇനി വീണ്ടും മെഡിസിൻസ് കൊടുത്ത് ഓവർ മെഡിക്കേഷൻ ടോക്സിസിറ്റി ഉണ്ടാകത്തുള്ളൂ. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റ് എന്ത് ചെയ്യുക, ആന്റിഡോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അട്രോപിൻ സൾഫേറ്റ് ആന്റിഡോട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. സോ അവിടെ എട്രോഫോണിയം കൊടുക്കുമ്പോഴും വീക്ക്നെസ് മോർ സിവിയർ ആയി മാറുകയാണെങ്കിൽ അതിന് കോളിനർജിക് ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കോളിനർജിക് ക്രൈസിസ് എന്താണ്, മൈസ്തീനിയ ക്രൈസിസ് എന്താണെന്ന് മറക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിന്റെ കംപ്ലീറ്റ് മൈസ്തീനിയ ഗ്രാവിസ് എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇന്റർവെൻഷൻ എന്തൊക്കെയാണ്, ഇവ രണ്ട് ക്രൈസിസും എന്താണ്, അതിന്റെ മാനേജ്മെന്റ് എന്താണ് എട്രോഫോണിയം ടെൻസിലോൺ ടെസ്റ്റ്, ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതാണ് ആൻസർ? മൈസ്തീനിക് ക്രൈസിസ് പ്രസന്റ് ആണോ, കോളിനർജിക് ക്രൈസിസ് പ്രസന്റ് ആണോ, അതോ ഈ റിസൾട്ട് എല്ലാം നോർമൽ ആണോ, അത് പോസിറ്റീവ് ഫൈൻഡിങ് ആണ്? ഹിയർ പേഷ്യന്റ് അവിടെ കൂടുതൽ ആ ഒരു എട്രോഫോണിയം ടെസ്റ്റ് ചെയ്തിട്ടും പേഷ്യന്റ് വീക്കറായി മാറിയതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് കോളിനർജിക് ക്രൈസിസ് ഈസ് പ്രസന്റ്. കോളിനർജിക് ക്രൈസിസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ലേ? അപ്പോൾ ഈ ഒരു തിയറി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെയുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനി നമുക്ക് വരുന്ന അപ്കമിങ് ക്ലാസ്സുകളിൽ ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ ഞാൻ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മെൻഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ദ ഹിയർ കറക്റ്റ് ഓപ്ഷൻ ഈസ് കോളിനർജിക് ക്രൈസിസ് ഈസ് പ്രസന്റ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടെസ്റ്റിലോട്ട് പോകാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെൻ ട്രനൈൽസൈപ്രോമിൻ, that is a medication, tranylcypromine is prescribed for a client
വിച്ച് ഫുഡ് ഐറ്റംസ് വുഡ് ദ നഴ്സ് ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു അവോയ്ഡ്? സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. ഇവിടെ 6 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 6 ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ട്രെനൈൽ സൈപ്രോമിൻ കഴിക്കുന്ന ഒരു പേഷ്യന്റിന് ആസ് എ നേഴ്സ് നമ്മൾ അവരോട് ഏത് ഫുഡൊക്കെ കഴിക്കരുത്, അവോയ്ഡ് ചെയ്യണം എന്ന് പറയേണ്ടത്. ഫിഗ്, ആപ്പിൾ, ബനാന, ബ്രൊക്കോളി, സോർക്രേറ്റ്, ബേക്ക്ഡ് ചിക്കൻ. സോ നമുക്ക് അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നതിന്റെ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ നോക്കിക്കോളൂ. ഫിഗ്, ബനാന, സോർക്രേറ്റ് ഈ ഐറ്റംസ് ആണ് കഴിക്കാൻ പാടില്ലാത്തത്. ആപ്പിളും ബ്രൊക്കോളിയും ബേക്ക്ഡ് ചിക്കനും ഒക്കെ കഴിക്കാം. എന്തുകൊണ്ട് അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നോക്കൂ, ഈ ട്രെനൈൽ സൈപ്രോമിൻ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ മെഡിസിൻ എന്താണ്? ഇറ്റ് ഇസ് ആൻ ആന്റി ഡിപ്രസന്റ്. ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു തരം ആന്റി ഡിപ്രസന്റ്. അതായത് ആന്റി ഡിപ്രസന്റ് നമ്മൾ ഒരുപാട് ടൈപ്സ് ഉണ്ട് അതിനകത്ത് അല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ SSRI ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഈ ഒരു തരം ആന്റി ഡിപ്രസന്റ് ആണ് MAOI എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആന്റി ഡിപ്രസൻസ്. അപ്പൊ ഈ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത് ഈ ഡ്രഗ്സ് എടുക്കുന്നവർക്ക് ചില ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നു. കാരണം അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ എന്താണ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് മനസ്സിലാക്കണം. ഒന്ന് നോക്കാം. ഇറ്റ് ഇൻഹിബിറ്റ് MAOI മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഇൻഹിബിറ്റ് ദ എൻസൈം മോണോഅമൈൻ ഓക്സിഡേസ്. മോണോഅമൈൻ ഓക്സിഡേസ് എന്നുള്ള എൻസൈമിനെ സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന മെഡിസിൻ ആയതുകൊണ്ടാണ് ഇതിനെ മോണോഅമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഈ എൻസൈം സാധാരണ കാണുന്നത്? മോണോഅമൈൻ ഓക്സിഡേസ് എന്ന് പറയുന്ന ഈ എൻസൈം നമ്മുടെ ബ്രെയിനില്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റുകളില്, ലിവറില്, സ്പ്ലീനില്, കിഡ്നിയില് ഇവിടെ എല്ലാമാണ് കാണപ്പെടുന്നത്. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ MAOI അല്ലെങ്കിൽ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. നമ്മുടെ ബ്രെയിനിലും ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സുകളിലും ലിവറിലും സ്പ്ലീനിലും കിഡ്നിയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു എൻസൈം മോണോ അമൈൻ ഓക്സിഡേസ് എന്നുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആയതുകൊണ്ട് ഇതിനെ ഈ പേരിൽ പറയപ്പെടുന്നു. ഇനി മോണോഅമൈൻ ഓക്സിഡേസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് മെറ്റബോളൈസസ് അമൈൻസ്, നമ്മുടെ ബ്രെയിനിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതൊരു പാർട്ടിലുമുള്ള അമൈൻസിനെ, അമൈൻ ഗ്രൂപ്പുകളെ, അത് എക്സാമ്പിളിലേക്ക് ഡോപ്പമിൻ, തൈറമിൻ, നോറെപ്പീനെഫ്രിൻ, സെറട്ടോണിൻ ഇവയെല്ലാം മെറ്റബോളൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ് മോണോ അമൈൻ ഓക്സിഡേസ്. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് അമൈൻസ് ഇൻക്രീസസ് വിത്ത് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. അതായത് നോർമലി ഇത് എന്ത് ചെയ്യുന്നു? മോണോ അമൈൻ ഓക്സിഡേസ് എന്നുള്ള എൻസൈം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമീനും തൈറമിനും നോറെപ്പീനെഫ്രിനും സെറോട്ടോണിനൊക്കെ മെറ്റബോളൈസ് ചെയ്ത് അതിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡിപ്രഷനുള്ള പേഷ്യൻസിന് നമ്മൾ ഈ MAOI അല്ലെങ്കിൽ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ഇത് ആ ഒരു പ്രവർത്തനത്തെ, ഈ അമൈൻ ഗ്രൂപ്പുകളുടെ മെറ്റബോളൈസേഷനെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ അളവ് അവിടെ കൂട്ടും. സോ അവിടെ ഓൾറെഡി ഇത് കുറയുന്നതാണ് ആ ഡിപ്രഷന് കാരണമെങ്കിൽ അത് കൂട്ടേണ്ടതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. സോ ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ, MAOI കൊടുക്കുമ്പോൾ ഇതിന്റെ അളവ് അവിടെ കൂടുന്നു. കാരണം അതിന്റെ മെറ്റബോളിസം കുറയുന്നു. ക്ലയൻസ് ഹൂ ഹാവ് ഡിപ്രഷൻ ആൻഡ് ഹാവ് നോട്ട് റെസ്പോണ്ടഡ് ടു അതർ ആന്റി ഡിപ്രസന്റ് തെറാപ്പി, മറ്റ് ആന്റി ഡിപ്രസന്റ് തെറാപ്പികളിലൊന്നും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് ECT, ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി ഉൾപ്പെടെ കൊടുത്തിട്ടും പ്രതികരിക്കാത്ത പേഷ്യൻസിനാണ് ഈ MAOI മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഇതൊരു ഫസ്റ്റ് ചോയ്സ് അല്ല, മറ്റ് പോസിബിൾ ചോയ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് പോകുന്നത്. കാരണം ഇത് നമുക്ക് വളരെ കോഷ്യസ് ആയിട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. ഇതിനൊപ്പം ആംഫിറ്റമൈൻസോ മറ്റു ഡ്രഗ്സുകളാണ് കേട്ടോ, ആംഫിറ്റമൈൻസോ, ആന്റി ഡിപ്രസൻസോ, ഡോപ്പമിനോ, എപ്പിനെഫ്രിൻ ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഹൈപ്പർ ടെൻഷനിലൊക്കെ കൊണ്ടെത്തിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ഒപ്പിയോയിഡ് അനാൽജസിക്സ് ഇതിൻ്റെ ഒപ്പം, ഈ MAOIക്ക് ഒപ്പം തന്നെ ഒപ്പിയോയിഡ് അനാൽജസിക്സ് കൊടുത്താലും അതെന്തിന് കാരണമാകും? ഹൈപ്പർ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകാം, ചിലപ്പോൾ പേഷ്യൻ്റ് കോമയിലോട്ട് പോകാം, ചിലപ്പോൾ സീഷർ ഡെവലപ്പ് ചെയ്യാം. സോ ഇറ്റ് ഈസ് very important to be cautious when we are giving MAOI മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഈ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ഐസോ കാർബോക്സൈസിഡ്, ഫിനൈൽസിൻ,
അതുപോലെ സെലിഗിലിൻ, അതുപോലെ ട്രനൈൽ സൈപ്രോമൈൻ. ഇതിൽ ഏത് ഡ്രഗ്സ് പേര് വന്നാലും ഇത് തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പേഷ്യന്റിന് പെട്ടെന്ന് ഹൈപ്പോടെൻഷൻ വരാം, അതുപോലെ കാർഡിയാക് ഹാർട്ട് റേറ്റിലോ ഹാർട്ട് റിതത്തിലോ പ്രത്യേകതകൾ ചേഞ്ചസ് വരാം, പേഷ്യന്റ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകാം, ഉറക്കമില്ലായ്മ ഇൻസോംനിയ ഉണ്ടാകാം, ഡിസ്നെസ്സും വെർട്ടിഗോയും ഉണ്ടാകാം, വീക്ക്നെസ്സും ലെഥാർജിയും ഉണ്ടാകാം, യൂറിനറി ഹെസിറ്റൻസി അല്ലെങ്കിൽ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ അപ്സെറ്റ്, കോൺസ്റ്റിപ്പേഷൻ, ഡ്രൈ മൗത്ത്, വെയിറ്റ് ഗെയിൻ, പെരിഫറൽ എഡിമ, അതുപോലെ ആന്റി കോളർജിക് എഫക്റ്റുകൾ, അതുപോലെ പെട്ടെന്ന് പേഷ്യൻ്റ് ആങ്സൈറ്റി, മെഡിറ്റേഷൻ, മേനിയ, അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇതൊക്കെ പേഷ്യൻറ്റിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഈ ഡ്രഗ്സ് നമുക്ക് മറ്റൊരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഡ്രഗ്സ് എടുക്കുന്നത്. ഈ ഡ്രഗ്സിന് ഈ സൈഡ് എഫക്ട്സുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ BP അവിടെ ഒരുപാട് കൂടും, പേഷ്യൻറ്റ് ഭയങ്കരമായിട്ട് തലയുടെ പിൻഭാഗത്ത് ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരും, നെക്ക് സ്റ്റിഫായിട്ട് മാറാം, നോസിയ, വോമിറ്റിങ്, സ്വെറ്റിങ്, ക്ലാമി സ്കിന്ന്, ഫീവർ, ചിൽസ്, ഡയലേറ്റഡ് പ്യൂപ്പിൾ, ടാക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ, ക്രൈസിസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവിടെ ഫെൻഡോലമൈൻ അവിടെ ആൻറ്റിഡോട്ടായിട്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റിന് വേണ്ടി ഫെൻഡോലമൈൻ എപ്പോഴും നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം. ട്രനൈൽ സൈപ്രോമൈൻ കൊടുക്കുന്ന പേഷ്യൻറ്റിന് ഫെൻഡോലമൈൻ എപ്പോഴും ആൻറ്റിഡോട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഈ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് എന്താണ്, എന്ത് ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാകും, എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിലുള്ള എൻസൈം ആയിട്ടുള്ള മോണോ അമൈൻ ഓക്സിഡേസ് അമൈൻസിനെ മെറ്റബോളൈസ് ചെയ്യുന്നു. സോ ഈ അമൈൻസിൻ്റെ അളവ് കുറയുന്നതാണ് ഡിപ്രഷന് കാരണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഈ മെറ്റബോളിസം സ്റ്റോപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇത് വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ കൊടുക്കാവൂ, കാരണം അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനും മറ്റു പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, ദാറ്റ് ഈസ് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ BP ചെക്ക് ചെയ്യണം. ഹൈപ്പർ ടെൻസീവ് ക്രൈസിസിൻ്റെ എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം. പാൽപിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, ഹെഡേക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് മെഡിസിൻ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറയണം. അതുപോലെ പേഷ്യൻറ്റ് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആഹാരത്തിനൊപ്പം തന്നെ ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ സിംറ്റംസ്, ഗ്യാഷ്യസ് സിംറ്റംസ് ലൈക്ക് ഡയേറിയ, വോമിറ്റിംഗ്, സോർനെസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫുഡിനൊപ്പം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ഒരു മെഡിസിൻ കൊടുത്ത ഉടനെ അവിടെ ഫലം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ 3 ആഴ്ച വരെ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ്, ആ ഒരു തെറാപ്പിയുടെ എഫക്റ്റ് അവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്തെങ്കിലും ഹെഡേക്കോ, നെക്ക് സ്റ്റിഫ്നെസ്സോ, നെക്ക് സോർനെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനോട് ഇൻഫോം ചെയ്യാൻ പറയുക. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പൊസിഷൻസ് ഇവിടെ ഇരിക്കുന്ന പെട്ടെന്ന് എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പെട്ടെന്ന് കിടക്കുക, അങ്ങനെയുള്ള പൊസിഷൻ ചേഞ്ചസ് വരുമ്പോൾ അത് വളരെ കോഷ്യസ് ആയിട്ട് മാത്രം നമ്മൾ പൊസിഷൻ ചേഞ്ചസ് ചെയ്യുക. ഈ ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത് മറ്റ് OTC മെഡിസിൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുകയും കഫൈൻ പ്രോഡക്ട്സും സ്റ്റിമുലൻസും എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയുക. എപ്പോഴും കൃത്യമായിട്ട് പേഷ്യൻ്റ് മെഡിസിൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കോംപ്ലിയൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മിസ്ഡ് ഡോസ് എന്തെങ്കിലും ആയിട്ട്, ഏതെങ്കിലും ഒരു ഡോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 hours ഷെഡ്യൂൾഡ് ടൈമിനും വിത്തിൻ 3 hours നമ്മളത് പേഷ്യൻറ്റിനോട് എടുക്കാൻ പറയുക. അതല്ല സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറയരുത്. നെക്സ്റ്റ് ഡോസ് ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ എടുക്കുകയും വേണം. ഈ ഡ്രഗ്സ് എടുക്കുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് ഒരു മെഡിക് അലേർട്ട് ബ്രേസ്ലെറ്റ് പേഷ്യൻറ്റ് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ID ബാൻഡ് പോലെ അതിൻ്റെ മെഡിക് അലേർട്ട് പ്ലേസ് ചെയ്തിരിക്കണം. അതിൽ പേഷ്യൻറ്റ് ഉറക്കക്കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മെഡിസിൻസ് കഴിക്കുമ്പോൾ. അത് നമുക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുക. ഇതിനേക്കാൾ ഏറെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ 14ാമത്തെ പോയിന്റാണ്, ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു അവോയ്ഡ് ഫുഡ്സ് that require bacteria or molds for the preparation of preservation or and foods that contain tyramine. It's very very important. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻഗ്ലക്സ് സാറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നിന്നൊന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഈ ലാസ്റ്റ് ഒരു പോയിന്റിൻ്റെ അതിൻ്റെ ഏറ്റവും വാലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ്. തൈറമിൻ അടങ്ങിയ ആഹാരങ്ങൾ പേഷ്യൻറ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമുക്ക് പേഷ്യൻറ്റിനോട് തൈറമിൻ അടങ്ങിയ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഏതൊക്കെ ആഹാരങ്ങളിലാണ് തൈറമിൻ ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതിലൊക്കെയാണ് തൈറമിൻ ഉള്ളത്? അവക്കാഡോയിലുണ്ട്, ബനാനയിലുണ്ട്, ബീഫ് ഓർ ചിക്കൻ ലിവറിലുണ്ട്, ബ്രൂവേഴ്സ് ഈസ്റ്റിലുണ്ട്, ബ്രോഡ് ബീൻസിലുണ്ട്,
കോഫി ആൻഡ് കഫൈൻ പ്രോഡക്ട്സിലുണ്ട്, ചീസിലുണ്ട്, എഗ് പ്ലാന്റ്, ഫിഗ്, നമ്മുടെ ഓപ്ഷൻ ഇതായിരുന്നു അല്ലെ, ദ ബനാന, ഫിഗ്, അതുപോലെ മീറ്റ് എക്സ്ട്രാക്ട്സ്, ഓവർ റൈപ്പ് ഫ്രൂട്ട്, ഒരുപാട് പഴുത്ത ഫ്രൂട്ടുകൾ, പപ്പായ, പിക്കിൾഡ് ഹെറിംഗ്, റേസിൻസ്, റെഡ് വൈൻ, ബിയർ ഷെറി, സോർക്രേറ്റ്, സോസേജ്, ബൊലോഗ്ന, പെപ്പറോണി, സലാമി, സോർ ക്രീം, സോയാ സോസ്, യോഗട്ട്. അപ്പൊ ഇതൊക്കെ ഇതിലെല്ലാം എന്തുണ്ട്? തൈറമിൻ ഉണ്ട്. തൈറമിനുള്ള ഫുഡ് ഈ മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസ് എടുക്കരുത്. ഇറ്റ് വിൽ ലീഡ് ടു കോംപ്ലിക്കേഷൻസ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആൻസറിൽ ഏത് പറഞ്ഞത്? ഫിഗ്, ബനാന, സോർക്രേറ്റ്. Understood? Why we selected these 3 options? Because it contains തൈറാമിൻ. തൈറാമിൻ അടങ്ങിയ ആഹാരങ്ങൾ മോണോഅമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്ന പേഷ്യൻസ് കഴിക്കരുത്. ഇത് അവോയ്ഡ് ചെയ്യാൻ പറയണം. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ 2 ക്വസ്റ്റ്യനും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഏതൊരു പോയിന്റിനെയും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. സോ ആ സാഹചര്യങ്ങൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും കൃത്യമായിട്ട് ഈ ഒരു എൻഗ്ലക്സിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ ഒരു ട്രാക്കിലോട്ടും എത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. എല്ലാത്തിനും ബേസിക് എന്ന് പറയുന്നത് തിയറി തന്നെയാണ്. നിങ്ങൾക്ക് ആ തിയറി കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ പ്രാക്ടിക്കൽ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടത്തുള്ളൂ. സോ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ നഴ്സ് നോട്ട്സ് ആൻ ഐസൊലേറ്റഡ് പ്രിമച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ, PVC. എന്താണ് പ്രിമച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഡിസരിത്മിയ. അതായത് ഹാർട്ടിന്റെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു റിതം തന്നെയാണ് പ്രിമച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. വെൻട്രിക്കിൾസ് ആദ്യം നമുക്ക് ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നത്. നോർമലി വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ എക്ടോപിക് ഇമ്പൾസസ് അവിടെ എത്തുകയും വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ്, നമുക്ക് കിട്ടിയ പേഷ്യൻ്റ് ഐസൊലേറ്റഡ് പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ പേഷ്യൻറ്റിന് അനസ്തീഷ്യ കഴിഞ്ഞ് റിക്കവറായി വരുന്ന ഒരു പേഷ്യൻ്റാണത്. ആ പേഷ്യൻ്റ് കാർഡിയാക് മോണിറ്ററിൽ നമ്മൾ PVC അല്ലെങ്കിൽ പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷൻ ആയിരിക്കും ആസ് എ നേഴ്സ് നമ്മൾ ഉടനെ എടുക്കുന്നത്? ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ്, വാട്ട് ആക്ഷൻ വിൽ ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ? അനസ്തീഷ്യ കഴിഞ്ഞ പേഷ്യൻറ്റിന് കാർഡിയാക് മോണിറ്ററിംഗ് കണക്ട് ചെയ്തിരുന്നു, അതിൽ നമ്മൾ PVC കണ്ടു. സോ വാട്ട് വി വിൽ ഡു? ഡീഫിബ്രിലേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമോ, അതോ കണ്ടിന്യൂ മോണിറ്ററിങ് ചെയ്യുമോ, അതോ ബീറ്റാ ബ്ലോക്കേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുമോ, എത്രയും പെട്ടെന്ന് ഫിസിഷ്യനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുമോ? എന്താണ് ചെയ്യുക? ഇതൊരു സിമ്പിൾ കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഡയറക്ട്ലി ആൻസർ ഇവിടെ പറയുന്നത്. കാരണം PVC എന്ന് പറയുന്നത് അത്ര ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല. PVC എന്നാൽ പെട്ടെന്ന് നമുക്ക് അവിടെ ഒന്നും ചെയ്യാറില്ല. കണ്ടിന്യൂസ്ലി PVC വരികയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ബീറ്റാ ബ്ലോക്കേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇടയ്ക്കിടയ്ക്ക് PVC കാണപ്പെടുന്നു എന്നുള്ളതാണ്. അനസ്തീഷ്യ കൊടുക്കുന്ന പേഷ്യന്റിൽ സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു PVC വരാറുണ്ട്. സോ അതുകൊണ്ട് അതവിടെ ഒരു സീരിയസ് എഫക്റ്റ് അല്ല. ബട്ട് വി ഹാവ് ടു മോണിറ്റർ റിതം കണ്ടിന്യൂസ്ലി. ഫോർ വാട്ട്? ഇവിടെ ആ ഒരു PVC ഫ്രീക്വന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫിസിഷ്യനെ നോട്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് ബീറ്റാ ബ്ലോക്കേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് നമ്മുടെ PVCയുടെ മാനേജ്മെന്റിൽ വരുന്നത് തന്നെയാണ്, ഫിസിഷ്യനെ നോട്ട് ചെയ്യുന്നതും ബീറ്റാ ബ്ലോക്കേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും. പക്ഷെ ഇവിടെ ഐസോലേറ്റഡ് എന്നുള്ള ഒരു വാക്കുള്ളത് കൊണ്ട് നമ്മൾ അവിടെ കണ്ടിന്യൂ മോണിറ്റർ ചെയ്യുക. അത് സിവിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക? ഫിസിഷ്യനെ ഇൻഫോം ചെയ്ത് ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കേണ്ടേ വരുന്നുള്ളൂ. So now you understood how this answer we got. An isolated occurrence means PVC is not life-threatening. In this situation, nurse would continue to monitor the client. Frequent PVC, however, may be precursors of more life-threatening rhythm, like ventricular tachycardia അല്ലെങ്കിൽ ventricular fibrillation പോലുള്ള rhythm എന്തെങ്കിലും മാറി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫിസിഷ്യൻ നോട്ട് ചെയ്ത് ചിലപ്പോൾ അവിടെ ഡീഫിബ്രിലേഷനും ചിലപ്പോൾ ബീറ്റാ ബ്ലോക്കേഴ്സും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരാം. In this condition, we should monitor the patient continuously and check for any dysarrhythmias. This is our correct answer. Next, 14th question ലോട്ട് പോകാം. The clinic nurse prepares
to assess a client who is in second trimester of pregnancy. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ സീരീസിലെ ആദ്യത്തെ മെറ്റേണിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ ക്വസ്റ്റ്യൻ, ഒബ്സ്റ്ററ്റിക്കൽ ക്വസ്റ്റ്യൻ ആദ്യത്തത് ഇതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പ്രഗ്നൻസിയിലുള്ള ഒരു അമ്മ വെൻ മെഷറിംഗ് ദ ഫണ്ടൽ ഹൈറ്റ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു യൂട്രസിന്റെ വലിപ്പം ഏറ്റവും മുകൾ ഭാഗം നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആൻഡ് കമ്പയറിംഗ് ടു ജസ്റ്റേഷണൽ ഏജ്, അമ്മയുടെ ജസ്റ്റേഷണൽ ഏജ് പ്രഗ്നൻസി ടൈമുമായിട്ട് നമ്മൾ എന്ത് കമ്പയർ ചെയ്ത് നോക്കുന്നു. ദ നേഴ്സ് വുഡ് എക്സ്പെക്ട് ടു നോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ്, നമ്മൾ എന്നിട്ട് ആ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് നമ്മൾ എന്താണ് നോർമലി അവിടെ നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ലെസ് ദാൻ ജസ്റ്റേഷണൽ ഏജ് എന്നാണോ, ഇറ്റ് ഈസ് കോറിലേറ്റ് വിത്ത് ദ ജസ്റ്റേഷണൽ ഏജ് എന്നാണോ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ജസ്റ്റേഷണൽ ഏജ് എന്നാണോ, ഇറ്റ് ഹാസ് നോ കോറിലേഷൻ വിത്ത് ജസ്റ്റേഷണൽ ഏജ് എന്നാണോ. അതായത് 1 മാസമാണോ 2 മാസമാണോ 3 മാസമോ, അതാണ് ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 6ാമത്തെ മാസം വരെ 4, 5, 6 ഇതാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ആ പ്രായത്തിൽ ആ സമയത്ത് ജസ്റ്റേഷണൽ ഏജിൽ ഫണ്ടൽ ഹൈറ്റ് ജസ്റ്റേഷണൽ ഏജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കുമോ, കോറിലേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. നോർമൽ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോർമൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് കോറിലേറ്റ് വിത്ത് ദ ജസ്റ്റേഷണൽ ഏജ്. സെക്കൻഡ് ട്രൈമസ്റ്റർ വരെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ എന്തായിരിക്കും, ജസ്റ്റേഷണൽ ഏജും ഫണ്ടൽ ഹൈറ്റും വന്നിട്ട് രണ്ടും കോറിലേറ്റഡ് ആയിരിക്കണം. സോ ദിസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. അണ്ടിൽ ദ തേർഡ് ട്രൈമസ്റ്റർ ദ മെഷർമെന്റ് ഓഫ് ഫണ്ടൽ ഹൈറ്റ് വിൽ ഓൺ ആവറേജ് കോറിലേറ്റ് വിത്ത് ദ ജസ്റ്റേഷണൽ ഏജ്. സോ അതുകൊണ്ടാണ് 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെ ഓപ്ഷൻ തെറ്റായത്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് 15th ക്വസ്റ്റ്യൻ. എ പ്രഗ്നന്റ് client tells the nurse about feeling wetness, അതായത് നനവ് ഓൺ ദ പെരി പാഡ്, അതായത് ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന പാഡിൽ വെറ്റ്നസ് നനവ് അനുഭവപ്പെടുന്നു. ഫൗണ്ട് സം ക്ലിയർ ഫ്ലൂയിഡ്, അതിൽ ചില കുറച്ച് ഫ്ലൂയിഡ് ഞാൻ കണ്ടു. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയാണ്, അവരെന്താ പറഞ്ഞത്, അവർ ധരിച്ചിരിക്കുന്ന പെരി പാഡ് തന്നെയാണ്, അതിൽ നനവ് അനുഭവപ്പെടുന്നു, ക്ലിയർ ഫ്ലൂയിഡ് അനുഭവപ്പെട്ടു. ബ്ലഡോ അങ്ങനെയൊന്നുമില്ല, ക്ലിയർ ഫ്ലൂയിഡ് അനുഭവപ്പെട്ടു. അപ്പോൾ നേഴ്സ് എന്ത് ചെയ്തു, അത് അവിടെ പെരീനിയം ഇൻസ്പെക്ട് ചെയ്തു. അവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്, അവിടെ അംബ്ലിക്കൽ കോഡ്, ആ അമ്മയുടെ യൂട്രസിൽ നിന്നും വെജൈനലിന്റെ പുറത്തോട്ട് അംബ്ലിക്കൽ കോഡ് പുറത്തായി വന്നിട്ടുണ്ട് എന്ന് ആ നേഴ്സ് നോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ നേഴ്സിന്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ? ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറയുന്നു, എൻ്റെ പാഡിൽ വെറ്റ്നസ് അനുഭവപ്പെട്ടു, ക്ലിയർ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. സോ വാട്ട് വി വിൽ ഡു ആസ് എ നേഴ്സ്, വി വിൽ ഇൻസ്പെക്ട് ദ പെരീനിയം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അവിടെ എന്ത് കണ്ടു, അംബ്ലിക്കൽ കോഡ്, കുഞ്ഞിൻ്റെ അംബ്ലിക്കൽ കോഡ് പുറത്തോട്ട് പ്രസന്റ് ആയതായിട്ട് കണ്ടു. സോ വാട്ട് വിൽ ബി ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ, മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. സെക്കൻഡ് ഓപ്ഷൻ, നോട്ടിഫൈ ദ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ട്രാൻസ്ഫർ ക്ലയന്റ് ടു ദ ഡെലിവറി റൂം. പ്ലേസ് ക്ലയന്റ് ഇൻ ട്രെൻലൻബർഗ് പൊസിഷൻ. അവിടെ ഈ ഒരു വേർഡ് ഓർക്കുക, ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സോ ഇവിടെ അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞ് ഡിസെൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ അംബ്ലിക്കൽ കോഡ് അവിടെ പ്രൊലാപ്സ്ഡ് ആയി മാറി. സോ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, കുഞ്ഞ് പുറത്തോട്ട് വരുന്നതിന് മുന്നേ തന്നെ അംബ്ലിക്കൽ കോഡ് ഇവിടെ പുറത്തെത്തിയിരിക്കുന്നു. ഇതാണ് പ്രൊലാപ്സ്ഡ് അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നു. സോ ഇവിടെ നമ്മുടെ ഇന്റർവെൻഷനിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ആദ്യം നമ്മൾ ചെയ്യുന്നത് ട്രെൻലൻബർഗ് പൊസിഷനിലോട്ട് ആദ്യം നമ്മൾ ഗ്ലൗഡ് ഹാൻഡ് വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അത് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് ട്രെൻലൻബർഗ് പൊസിഷനും, അതായത് ഫുട്ട് എൻഡ് എലിവേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ, കുഞ്ഞിനല്ല എങ്കിൽ അവിടെ കോഡ് കംപ്രഷനായി ബ്ലഡ് സപ്ലൈ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് തിരിച്ച് ബ്ലഡ് സപ്ലൈ കിട്ടുകയും അവിടെ ഹാർട്ട് റേറ്റ്, കുഞ്ഞിന് അവിടെ ഡിസ്ട്രെസ് ഒന്നും സംഭവിക്കാതെ ഒരു പരിധി വരെ നമുക്ക് അവിടെ ഡിസ്ട്രെസ് ഉണ്ടാകാതെ നോക്കാനും പറ്റും. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനൊപ്പം തന്നെ ഉണ്ടാകുക, അസിസ്റ്റൻസ് വിളിക്കുക, ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത പേഷ്യൻറ്റിന്, അത് എമർജൻസി കെയർ ആണ്, എന്തെങ്കിലും അംബ്ലിക്കൽ കോഡ് കവർ ചെയ്യുക ലൂസായിട്ട്, അതുപോലെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുക, IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുക, ഇമ്മീഡിയറ്റ് ബർത്ത് സാധ്യമാണെങ്കിൽ സാധ്യമാക്കുക, അല്ല എങ്കിൽ സിസേറിയൻ സെക്ഷനിലോട്ട് മൂവ് ചെയ്യുക. ദിസ് ഈസ് ദ മാനേജ്മെന്റ് ഫോർ പ്രൊലാപ്സ്ഡ് അംബ്ലിക്കൽ കോഡ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഇമ്മീഡിയറ്റ് നഴ്സിംഗ് ആക്ഷൻ. അവിടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെ ട്രെൻലൻബർഗ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ഫുട്ട് എൻഡ് ഹൈറ്റ് ആക്കുക, ഫുട്ട് എൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. പ്ലേസ് ദ ക്ലയന്റ് ഇൻ ട്രെൻലൻബർഗ്
പൊസിഷൻ, ഫൂട്ട് എൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഹെഡ് എൻഡ് വന്നിട്ട് ലോവർ സൈഡ് ആക്കുമ്പോൾ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ അവിടെ കൂടുകയും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുകയും ഒരു എമർജൻസി കെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മറ്റ് ഹെൽപ്പ് അവിടെ സ്വീകരിക്കുന്നു, കോൾ ഫോർ അസിസ്റ്റൻസ് ആൻഡ് നമ്മൾ ഓക്സിജൻ അമ്മയ്ക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ കുഞ്ഞിനും അവിടെ ഓക്സിജൻ കിട്ടും. പിന്നെ നമ്മൾ അമ്മയെ ഒബ്സർവ് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഡെലിവറി സാധ്യമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വെജൈനൽ ഡെലിവറി ചെയ്യുന്നു. അതല്ല എങ്കിൽ നമ്മളവിടെ സിസേറിയൻ സെക്ഷൻ എന്നുള്ള സ്റ്റെപ്പിലോട്ട് പോകുന്നു. സോ ഈ ഒരു വഴിയിലാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴും മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. എന്ത് ടേം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതിനനുസരിച്ച് എന്ത് ക്വസ്റ്റ്യൻ ആണ് അത് എക്സാക്ട്ലി ചോദിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ആൻസറിലോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ചെയ്യുക, കുഞ്ഞിന് അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ് ആകുമ്പോൾ കുഞ്ഞിനവിടെ ചിലപ്പോൾ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകാം, അതുകൊണ്ട് നമ്മൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കും എന്നായിരിക്കും ചിലരവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ട്രെൻലൻബർഗ് പൊസിഷൻ. കാരണം കുഞ്ഞു മാത്രമല്ല, അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ ജീവനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ വി ഷുഡ് മെയിൻറ്റെയിൻ ദ ബ്ലഡ് സപ്ലൈ ടു ബോത്ത് മദർ ആൻഡ് ബേബി ത്രൂ ട്രെൻലൻബർഗ് പൊസിഷൻ. അതിനുശേഷം കുഞ്ഞും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഡെലിവറി റൂമിലോട്ട് ആസ് പെർ ദ ഡോക്ടേഴ്സ് ഓർഡർ വി വിൽ ഷിഫ്റ്റ് ദ പേഷ്യൻ്റ് ടു ഡെലിവറി റൂം ഓർ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. 2 ക്വസ്റ്റ്യൻസിൻ്റെ തിയറി നമ്മൾ ഉൾപ്പെടെ നമ്മളിവിടെ പഠിച്ചിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ റെഗുലറായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുകയും ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും, നഴ്സിംഗിൻ്റെ ഏതൊരു എക്സാമിനും റെഫർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാത്തിലുപരി നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാകണം. എൻഗ്ലക്സ് RN ആണെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരു എക്സാം ആണെങ്കിൽ അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ജോലിയോ എന്ത് തന്നെയായാലും നിങ്ങളുടെ മനസ്സിലത് ഫിക്സ് ചെയ്യുക. അതിനുവേണ്ടി ഇന്നു മുതലേ ട്രൈ ചെയ്യുക. ഓക്കെ, ഓരോ നിമിഷവും നമ്മുടെ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് വരെ അതിനുള്ള ആ ഒരു പ്രയത്നം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.